മീന്തുള്ളി പ്രദേശത്ത് കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ രാത്രി ഒറ്റയാനാണ് പ്രദേശത്തിറങ്ങി നാശം വിതച്ചത്. കണിയാമ്പറമ്പിൽ സജിയുടെ കവുങ്ങ്, കൊക്കോ, കാപ്പി തുടങ്ങിയ കൃഷികളാണ് വ്യാപകമായി നശിപ്പിക്കപ്പെട്ടത്. രാത്രി സമയത്താണ് ആന കൃഷിയിടങ്ങളിലെത്തി നാശം വിതച്ചത്. പ്രദേശത്തിന്റെ ചില ഭാഗങ്ങളിൽ സോളാർ വൈദ്യുതി വേലി ഇല്ലാത്തതിനാലാണ് ആനകൾ സ്ഥിരമായി കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ സ്ഥിരമായ പ്രതിരോധ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് പുഴയ്ക്ക് അക്കരെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു 10 വീട്ടുകാർ അതിൽ 2 പേര് സ്ഥലം വിറ്റവരും ബാക്കിയുള്ളൊരു സ്ഥലം ഉപേക്ഷിച്ച് പുഴയ്ക്ക് ഇക്കരെ സ്ഥലം മേടിച്ച് താമസിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ പ്രദേശം അക്കരെ ജനവാസം ഇല്ലാത്ത ഭാഗമാണ്. അവിടെ നേരത്തെ സോളാർ ഫെൻസിങ് ഉണ്ടായിരുന്നു. അവിടെ ആളുകളില്ലാത്തതുകൊണ്ട് ആന ആ ഫെൻസിങ്ങൊക്കെ മരം ഓടിച്ചിട്ട് തകർത്ത് നേരെ പുഴയിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. 2001 ഇവിടെ ആന പുഴയ്ക്ക് ഇക്കരെ കയറിയതിൻ്റെ ഭാഗമായിട്ട് പുഴയ്ക്ക് ഇക്കരെ വേലി ഫെൻസിങ് നിർമ്മിച്ചു. അതൊരു 3 പേരുടെ പറമ്പിൽ മാത്രമേ ഫെൻസിങ് ഉള്ളൂ. അപ്പോൾ ഇത് ആ 3 പേരുടെ അതിര് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആനയ്ക്ക് വീണ്ടും ഇക്കരെ കയറാൻ പറ്റുന്ന സ്ഥിതിയാണുള്ളത്. അപ്പം ആ ഫെൻസിങ് ഇതിൻ്റെ തുടർച്ചയായിട്ടില്ലെങ്കിൽ ഈ ആന പുഴയിൽ നിന്ന് പുഴയിലിറങ്ങിയിട്ട് പുഴയിൽ കൂടെയാണ് ഇക്കരയ്ക്ക് കയറുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങിയിട്ട് ഇവിടെ പുഴയ്ക്ക് ഇക്കരെ ഉണ്ടായിരുന്നു. 2-3 സ്ഥലത്ത് കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഫെൻസിങ് കണ്ടിട്ട് അവിടെ നിന്ന് ഒഴിവായി പോയിട്ടാണ് ഫെൻസിങ് ഇല്ലാത്ത ഭാഗത്തൂടെ ഇപ്പം കയറിയിട്ടുള്ളത്. ഒരു ഒറ്റയാനാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നത്. ഇത് ഇനി മഴയും കൂടെ കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇത് ഒച്ചയൊന്നും കേൾക്കുകയില്ല. പുഴയുടെ ഇരപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആന കയറിയ വിവരം പോലും നമുക്ക് അറിയാൻ സാധിക്കാത്ത സ്ഥിതിയുണ്ട്.